ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി സൺഡേ ഇങ്ങനെ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിങ്ങനെ ഒരു ട്രിപ്പ് പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 3 മാസം നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് അധികം ഭംഗിയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോകൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിലിലേക്ക് കിടക്കുവാണ് കേട്ടോ. നമ്മുടെ ഓൺലൈൻ ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 3 മാസം അവധി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓഫ്ലൈൻ ആയിട്ടുള്ളതൊക്കെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ. ഞാൻ എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് റിപ്ലൈ തന്നിട്ടുണ്ട്. അവിടെ വെച്ച് റിപ്ലൈ തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ പെൻഡിങ് ഉള്ളതൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങളോ ഇനിയിപ്പോ പോയതിന്റെ കാര്യങ്ങളോ അതൊക്കെ അറിയണമെന്നുണ്ടാവുമല്ലോ. കുറെ പേർക്കൊക്കെ എങ്ങനെയാ പോയെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പേഴ്സണലായിട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് കടന്നാലോ? എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മളിങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ സെയിലിൽ നമ്മൾ കുറച്ചൊക്കെ പ്ലാൻസുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കാണ് പൂർവാധികം നമ്മൾ കറക്റ്റ് ഇതിലേക്ക് വരുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് പ്ലാൻസുകളാണ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റാത്തവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ആന്തൂറിയാണ് കേട്ടോ. ആന്തൂറിയം 3 കളറ് ആന്തൂറിയാണ് വന്നേക്കണത്. അപ്പോൾ അതിൽ 2 നമ്മൾ ഈ കോംബോയിൽ ഉൾക്കൊള്ളിച്ചേക്കണേ. ഒരേ സൈസിലുള്ളതായിട്ട് നോക്കിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കണത്. ആദ്യത്തെ വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഓറഞ്ച് കണ്ടോ. 2 ഷൂട്ടാണ് മെയിനായിട്ട് ഞാൻ പറയാം. പക്ഷെ ചില പോട്ടിലൊക്കെ 3 ഇപ്പം ഈ എടുത്തേക്കുന്നതിൽ 3 ഉണ്ട് കേട്ടോ. അങ്ങനെ ചിലതിലൊക്കെ 3 കാണുന്നുണ്ട്. ഒട്ടുമിക്കലും തന്നെ 3 ഉണ്ട്. എന്നാലും കറക്റ്റായിട്ട് ഞാൻ പറയാം, 2 ഷൂട്ടല്ല, 2 പ്ലാന്റുകളായിട്ട് നിങ്ങൾക്ക് മാറ്റി നടാൻ പാകത്തിന് അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഇതാണ് കളറ് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല വേരൊക്കെയുള്ള അടിപൊളി പ്ലാന്റുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. രണ്ടാമത്തെ പ്ലാന്റ് ഒരു മെറൂണാണ്. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കാപ്പി കളറ് അങ്ങനത്തെ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇതിലും ഡാർക്ക് ആയിട്ടുള്ളൊരു കാപ്പി കൂടെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു കളറാണ് വരുന്നത്. കറക്റ്റ് കളർ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2 പ്ലാന്റുകളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ചിലതിലൊക്കെ ഇങ്ങനെ കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു കുഞ്ഞു പ്ലാന്റ് കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിലും തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് 2 പ്ലാന്റിനും കൂടെ 720 ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് 4 ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോട്ടിൽ 2 വീതം ആണല്ലോ വരുന്നത്. അപ്പോൾ 2 ഇതായിട്ട് നിങ്ങൾക്ക് മാറ്റിയൊക്കെ നടാം. പിന്നെ തൈകൾ വന്നോളൂ കേട്ടോ. തീരെ ചെറിയ പ്ലാന്റുകളാണെങ്കിൽ മാറ്റി നടണ്ട കേട്ടോ. തീരെ ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഷൂട്ടുകൾ വരുന്നതുണ്ടല്ലോ, അത് ഇത്ര പെട്ടെന്ന് തന്നെ മാറ്റണ്ട. ആ മദർ പ്ലാന്റിന്റെ കൂടത്തിൽ തന്നെ വെച്ചാൽ മതി. കാരണം കുഞ്ഞു പ്ലാന്റുകളാകുമ്പോഴത്തേക്കും, തീരെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചീത്തയായി പോകും, പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പോൾ വരുന്ന വഴി തന്നെ 4 പോട്ടിലേക്കൊക്കെ മാറ്റി നടാവുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ തിക്കായിട്ടൊക്കെ ഇങ്ങനെ ഭംഗിയിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ 720 ആണ് റേറ്റ് വരുന്നത്. 720 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. 720 പ്ലസ് കൊറിയർ കേട്ടോ. അടുത്ത പ്ലാന്റുകൾ വരുന്നത് നമുക്ക് ഇൻഡോറിലേക്ക് വെക്കാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ഇത് ഗ്ലോബൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. പോത്തോസാണ് വരുന്നത്. മണി പ്ലാന്റിന്റെ വെറൈറ്റി, പോത്തോസിന്റെ വെറൈറ്റിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഈ ഗ്ലോബൽ ഗ്രീൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം പെട്ടെന്ന് നല്ലൊരു ബുഷിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ഒരു പ്ലാന്റിന് നല്ലൊരു കരുത്തുമുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ സാധാരണ കാണുന്നേക്കാളും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടല്ലേ ഗ്ലോബൽ ഗ്രീൻ എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇത് വരുന്നത്. കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പോട്ട് വരുന്നത് കേട്ടോ. ഫുൾ പോട്ട് 4-5 പോട്ടിൽ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് വരുന്നത്. നമ്മൾ പോട്ടുകൾ സൈഡ് അല്ലാട്ടോ വിടുക. പോട്ടും മാറ്റിയിട്ടാണ് എല്ലാ പ്ലാന്റുകളും നമ്മൾ പാക്ക് ചെയ്ത് വിടുക. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മാർബിൾ പോത്തോസാണ്. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പം ഇതിങ്ങനെ തന്നെ നമുക്ക് മാറ്റി നട്ടിട്ട് നമ്മൾ അധികം ചരിച്ചോറൊന്നും കളയില്ലല്ലോ. അങ്ങനെയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ പോട്ടിലേക്ക് ആക്കി നിങ്ങൾക്ക് ഇൻഡോറിലൊക്കെ വെക്കാം കേട്ടോ. കുറച്ച് ദിവസം പുറത്ത് വെക്കേണ്ടതായിരിക്കും. ഞാൻ എപ്പോഴും അങ്ങനെ പറയുക. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ അകത്തേക്ക് വെക്കാതിരിക്കാനായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഹൗസ് വാമിംഗ് ഒക്കെ വരണമെങ്കിൽ നേരത്തെ മേടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ പുറത്ത് 1-2 ആഴ്ചയൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് വെക്കാവുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇത് 2 പ്ലാന്റിനും കൂടെ വരുന്നത് റേറ്റ് വരുന്നത്
350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 350 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഒരു അഗ്ലോണിമ കോംബോ കാണിച്ചു തരട്ടെ. ഇത് നമ്മൾ പോണേക്കാളും മുമ്പ് ഇതിന് വെക്കേഷന് പോണേക്കാളും മുമ്പ് ഞാൻ കോംബോകളൊക്കെ ചെയ്തതായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ കുറച്ച് സ്റ്റോക്കിലുള്ളത് മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പച്ച വെറൈറ്റി അധികം കെയറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ. ഇതിപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വലിയ പ്ലാന്റുകളാക്കി എടുക്കാം കേട്ടോ. അതിൽ ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഇതാണ്, ഈ ഒരു പാറ്റേൺ വരുന്നത്. പച്ച വെറൈറ്റിക്ക് അറിയാമല്ലോ, പച്ച വെറൈറ്റിക്ക് അധികം തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ. നമ്മൾ റെഡ് വെറൈറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റുകളും ഇങ്ങനെ നല്ല കെയറിങ് വേണം. അപ്പോൾ ഈ പച്ച വെറൈറ്റികളൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോട്ടുകളൊക്കെ നിറച്ച് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നേരത്തെയൊക്കെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ മേടിച്ചൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ. അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ്. ഈ ഒരു പാറ്റേൺ വരുന്ന പ്ലാന്റുകൾ. ഇതിൽ ഇലയ്ക്ക് ഇതാണ് ശരിക്കും ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. പക്ഷേ ഇല മെച്ചൂർഡ് ആകുമ്പോഴത്തേക്കും ചില ഈ നമ്മളുടെ വെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ വരുമല്ലേ, അതനുസരിച്ച് ഇലകൾക്ക് ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇതിൻ്റെ ഇലയുടെ ഇത് കണ്ടോ, ഈ ഇലകൾക്കൊന്നും അത്രയും പാറ്റേൺ വന്നിട്ടില്ല. പക്ഷേ ഇതിലേക്ക് ഇനി അടുത്ത് വരുന്ന അങ്ങനെ പാറ്റേണിലേക്കാണ് വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെ. അടുത്തത് ഇതാണ് കേട്ടോ. മൂന്നാമത്തെ പ്ലാന്റ് നമ്മളുടെ അഗ്ലോണിമ അല്ല, ഇത് നമ്മുടെ ഡിഫൻബാക്കിയുടെ വെറൈറ്റി. ഡിഫൻബാക്കിയ ഡെലിയ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ വരുന്ന പ്ലാന്റ്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്. പക്ഷേ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. ഇതിനിപ്പോൾ ഈ രണ്ട് പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ നമ്മുടെ ഡിഫൻബാക്കിയ വെറൈറ്റികൾക്ക് വേര് കുറവായിരിക്കും കേട്ടോ. കാരണം അഗ്ലോണിമേക്കാളും വേരുകൾ അത്ര ഇങ്ങനെ നൈസ് വേരുകളായിരിക്കും ഇതിൻ്റെ വരുന്നത് കേട്ടോ. അപ്പോൾ വേരുകൾ കുറവായിരിക്കും ഈ പ്ലാന്റിന് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത്. ഇത് സ്റ്റോക്ക് കുറവാണ്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 400 പ്ലസ് കൊറിയറാണ് വരുന്നത്. 400 പ്ലസ് കൊറിയർ. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കാണിക്കുന്ന കോംബോകൾക്കോ ചെടികൾക്കോ ഒന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയൂ കേട്ടോ. പോട്ട് സഹിതമായിരിക്കും വിടുന്നതെന്ന്. ചില പ്ലാന്റുകൾക്ക് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇത് അടുത്തത് വരുന്നത് അടുത്തൊരു കോംബോയും കൂടെ കാണിച്ചു തരാം കേട്ടോ. 2 അഗ്ലോണിമ വെറൈറ്റി. ഇതും അധികം കെയറിങ് ആവശ്യമില്ലാത്ത പോട്ടുകളൊക്കെ നിറച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന വെറൈറ്റികളാണ്. അടുത്തത് ബോക്സറാണ് കേട്ടോ. ഈ കോംബോയിൽ വരുന്നത് 2 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ വരുന്നത്. ബോക്സറും ബിഗ് റോയും ആണ് വരുന്നത്. നമ്മളെപ്പോഴും ഈ 2 പ്ലാന്റുകളാണ് കൂടുതൽ കോംബോ ആയിട്ട് ചെയ്യാറ്. കാരണം ഇതിന് രണ്ടിനും ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്തതാണ്. പിന്നെ പെട്ടെന്ന് ഷൂട്ടുകൾ വരും. ഇല്ലെങ്കിൽ സ്റ്റെം പ്രൊപ്പഗേഷൻ വഴി നമുക്ക് സ്റ്റെം കട്ട് ചെയ്യാം. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കുഞ്ഞു ഷൂട്ടുകൾ വരും. അതും നമുക്ക് നടാം കേട്ടോ. നമ്മൾ ഈ കോംബോയിൽ പറയുന്നത് ഒരു പ്ലാന്റ് ആണ് പറയുന്നത് കേട്ടോ. ചില പ്ലോട്ടുകളിൽ 2 ഇതിലൊക്കെ ബേബി പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എല്ലാ പോട്ടുകളിലും ഇല്ല. ഉള്ളതിൽ ഞാൻ അങ്ങനെ തന്നെ വിടും. ചിലതിലൊന്നും ബേബി പ്ലാന്റുകൾ ഇല്ല കേട്ടോ. അപ്പം അങ്ങനെയായിരിക്കും വിടുക കേട്ടോ. ഒറ്റ പ്ലാന്റ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ കണ്ടോ. അടുത്തതെന്ന് പറയാം ബോക്സർ. ഇപ്പൊ കാണിച്ചത് ബോക്സർ. അടുത്തത് ബിഗ് റോയി കേട്ടോ. ബിഗ് റോയിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ ഒരു കളറുകളൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളല്ല കേട്ടോ. പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റുകളാണ്. നമ്മൾ സ്റ്റം കട്ടിങ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റുകളാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചില ഡിഫറൻസുകളൊക്കെ വരും കേട്ടോ. വലിപ്പ ചെറുപ്പങ്ങളൊക്കെ ഈ ഇതിൽ ചെടികൾക്ക് വരും കേട്ടോ. നമ്മൾ സാധാരണ കാണിക്കുന്ന നമ്മളുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ഒരേ വലിപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. മണ്ണിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ട് വേര് സഹിതമായിരിക്കും നമ്മൾ വിടുക കേട്ടോ. ഇതിപ്പോൾ ഈ പോട്ടിൽ 2 പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. മിക്ക പോട്ടിലും ഒരു പ്ലാന്റ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ വിടും. പക്ഷേ ചിലതിൽ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ കോംബോ വരുന്നത്. ഇതിന് 300 പ്ലസ് കൊറിയറാണ്. 300 പ്ലസ് കൊറിയറാണ്. നല്ല സുഖത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കോംബോയാണ്. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇത് നമുക്ക് ഒത്തിരി ഇങ്ങനെ പോട്ട് നിറഞ്ഞ് അങ്ങനെ ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ വേഗം നമ്മൾ ബാക്കിയുള്ള പ്ലാന്റുകൾ കാണിച്ചു പോവാണ്. കോംബോ ആയിട്ടുള്ളത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി വേഗം പ്ലാന്റുകൾ കാണിച്ചു പോകട്ടെ. ഇത് നമ്മൾ പോട്ട് സഹിതമായിരിക്കും വരുന്നത് കേട്ടോ. ഇത് ഇൻഡോറിലേക്ക് ഏറ്റവും പറ്റിയ പ്ലാന്റ് ആണ്. 5 in 1 ലക്കി ബാമ്പു 5 in 1 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്.
5 പ്ലാന്റ് ഒരുമിച്ച് നട്ടേക്കുന്നതാണ്. ലക്കി ബാമ്പ് എപ്പോഴും ഒത്തിരി പേർക്ക് ആവശ്യമാണ് അകത്തേക്കൊക്കെ വെക്കാനായിട്ട്, പോസിറ്റീവ് എനർജി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ ദാ ഈ ഒരു ഇതിലാണ് വരുന്നത്. ഇത് നമ്മൾ പോട്ട് സൈഡായിരിക്കും വിടുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അകത്തൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നനവ് ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത്, കൊക്കോപ്പീറ്റ് ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് നനച്ച് കൊടുത്താൽ മതിയാവുമായിരിക്കും കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ക്രിസ്റ്റലിൻ്റെ ഒക്കെ പോട്ടിലേക്കൊക്കെ ഇറക്കി വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ വന്ന അന്തൂറിയത്തിൻ്റെ തന്നെ റെഡ് കളറ് ഇതാ ഇത്. നേരത്തെ കാണിച്ചു കഴിഞ്ഞപ്പോൾ റെഡ് ആണോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതാ ഇത് ആദ്യം കാണിച്ച കോംബോയിലുള്ളത് ഇത് കണ്ടോ, ഓറഞ്ച് ഷെയ്ഡ്. ഇതാണ് കേട്ടോ കറക്റ്റ് റെഡ് വരുന്നത്. കണ്ട കളർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ആദ്യം കാണിച്ചത് കോംബോയിലുള്ളത് ഓറഞ്ചാണ്. ഇത് വരുന്നത് ഒരു റെഡ് ആണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇതിലും കൂടുതൽ ഷൂട്ടുകളൊക്കെ സഹിതം വരുന്നതാണ് കേട്ടോ. അതാ ഇങ്ങനെയൊക്കെയാണ് പോട്ടുകൾ വരുന്നത്. 2, 3 ഒക്കെ കാണുന്നുണ്ട്. 3, 4 കുഞ്ഞിതൊക്കെ ആയിട്ട് 4, 5 എണ്ണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. താല്പര്യമുള്ളൊരു ചെറിയ പോട്ടിലാണ് വരുന്നേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ഫിലോഡൻഡ്രോന്റെ ഇത് കാണിച്ചു തരട്ടെ. ബ്ലാക്ക് കാർഡിനൽ എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയിൽ, നല്ല വലുപ്പത്തിൽ, നല്ല വിരിഞ്ഞ ഇലകൾ വരുന്ന ഇതിലാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റെം പ്രൊപ്പഗേഷനൊക്കെ പറ്റുന്ന പ്ലാന്റുകളാണ്. അത് നല്ല വലിയ പ്ലാന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൺറെഡ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു വെറൈറ്റിയും ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ. ഇനി ഫിലോഡൻഡ്രോന്റെ തന്നെ ഫ്ലോറിഡ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ദാ ഈ ഒരു ഇത് നമ്മളുടെ എന്താ പറയുക, നല്ലത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാറ്റേൺ വരുന്നത്. ഫിലോഡൻഡ്രോൺ വെറൈറ്റി ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റ് പാറ്റേൺ ആദ്യത്തെ ഇലകളിലൊന്നും വരില്ല. ഇത് കണ്ടോ, ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളാണെങ്കിൽ ആദ്യത്തെ ഇലകളിലൊന്നും ഈ ഒരു ചെറിയ ഈ പാറ്റേൺ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഇലയായിരിക്കും. അതിനുശേഷം പ്ലാന്റ് മെച്യൂർഡ് ആയതോടുകൂടിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ആ കറക്റ്റ് ആ പാറ്റേണിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, മുകളിലേക്ക് വന്നതോടുകൂടി ഇലയുടെ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഒരു പോട്ടിൽ കൂടുതൽ പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിലിപ്പോൾ 2 പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെമ്മൊക്കെ ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആകുമ്പോൾ നമുക്ക് സ്റ്റെമ്മ് കൊടുക്കണമല്ലോ. സ്റ്റെമ്മൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റാണ്. പിന്നെ നമുക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ, പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പാകത്തിനൊക്കെ ഇരിക്കുന്നത്. സ്റ്റെമ്മ് ഇതായിട്ടുണ്ട്, മെച്യൂർഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ തന്നെ അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ നടാം കേട്ടോ. പിന്നെ ഫിലോഡൻഡ്രോൺ വെറൈറ്റി ബർക്കിൻ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 2, 3 ഒക്കെ ആയിട്ടുള്ളതാ. ഇത് കണ്ടോ. ഇങ്ങനെയുള്ള സൈസിലുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നേക്കുന്നത് CC പ്ലാന്റ്, CC ഡ്വാർഫ്. CC പ്ലാന്റ് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും എല്ലാവർക്കും ആഗ്രഹമുള്ള പ്ലാന്റുകളാണ്. ഇപ്പോഴും നമുക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് CC പ്ലാന്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അതായത് ഇങ്ങനെ ഫുൾ പോട്ടാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാക്സിമം മാറ്റിയിട്ടായിരിക്കും വിടുക. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടായിരിക്കും വിടുക. ഇതിൻ്റെ ആ റൈസോമിൻ്റെ ഒക്കെ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. ഇത് ചട്ടി തന്നെ കണ്ടോ, അതിൻ്റെ ഇത് മാറിപ്പോയിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പ് മാറിപ്പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇൻഡോറിലേക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് താല്പര്യമുള്ളവർ ഇങ്ങനെ മെസ്സേജ് ചെയ്തോളൂ. ഞാനിത് കോംബോ ആയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കോംബോ ആയിട്ടല്ല, നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മിക്കാഡോ, സിൽവർ മിക്കാഡോ. ഇത് കണ്ടോ, ഒരു പോട്ടിൽ 3 എണ്ണമാണ് വന്നേക്കുന്നേക്കും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റുകളൊക്കെ അറിയാവുന്നവർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മളുടെ ഫൈക്കസ് കോമ്പാക്റ്റാന്ന് പറഞ്ഞിട്ട് നല്ല കുള്ളനായിട്ട് നല്ല ഭംഗിയിൽ വളരുന്ന നല്ല അടിപൊളി പ്ലാന്റ്. നല്ല സ്റ്റൈലല്ലേ. ഇത് കണ്ട ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട അതിൻ്റെ കുഞ്ഞു കായകളൊക്കെ ചിലതിലുണ്ട്. ഇത് 3 എണ്ണമൊക്കെ ഒരുമിച്ചായിരിക്കും നട്ടേക്കുന്നത് കേട്ടോ. 3 സ്റ്റെം 4 സ്റ്റെമ്മൊക്കെ ഒരുമിച്ചാണ് ഒരു പോട്ടിൽ നട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇങ്ങനെ കുള്ളനായിട്ട് വളർത്താൻ പാകത്തിന് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അങ്ങനെയുള്ള. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ഇൻഡോറിൽ പ്ലാന്റുകൾ വെക്കുമ്പോൾ കുറച്ച് സൺലൈറ്റ്, കുറച്ച് വെളിച്ചമെങ്കിലും ഇല്ലെങ്കിൽ ചെടികൾക്ക് വളരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ വെളിച്ചം കുറവാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് അകത്ത് വെക്കാനായിട്ടുള്ള ആഗ്രഹം നമുക്ക് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം അകത്ത് വെക്കുക, കുറച്ച് ദിവസമല്ല, വെളിച്ചം കുറവാണെങ്കിൽ 2 3 ദിവസം ഒരു ചെടി അകത്ത് വെക്കുക, പിന്നെ പുറത്ത് വെക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു കേടും വരില്ല കേട്ടോ. പിന്നെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ ഹോപ്പ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത്
ഇത് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ് വരുമ്പോൾ കേടാണെന്ന് വിചാരിക്കേണ്ട. നല്ല വെയിലും കൊണ്ടിട്ടാണ് കേട്ടോ. നമുക്ക് കുറച്ച് സൺഷെയ്ഡിൻ്റെ ഒക്കെ വശത്ത് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നമുക്കത് ഹാങ് ചെയ്തിടാം കേട്ടോ. ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല ഇതാണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലകളായിട്ട് നല്ല ഭംഗിയിൽ. ഇത് സ്റ്റെം പ്രൊപ്പഗേഷന് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. ചെറിയ ചെറിയ ഇങ്ങനത്തെയുള്ള പോട്ടുകളിലേക്കൊക്കെ ഇങ്ങനത്തെയുള്ള ഈ ടൈപ്പ് ഒക്കെ പോട്ടുകളിലേക്ക് സ്റ്റെമ്മുകൾ വെറുതെ കൊക്കോപീറ്റിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തോളൂ കേട്ടോ. ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ. ബാക്കിയെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീക്കിൽ കൂടുതൽ പ്ലാന്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഈ പ്രാവശ്യം നമുക്ക് സ്റ്റോക്കുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ തന്നെ മെസ്സേജുകൾ തന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് തന്നെ നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും അയച്ചു തീർക്കുന്നതായിരിക്കും കേട്ടോ. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ അടുത്ത നല്ല അടിപൊളി പ്ലാന്റുകളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ.